ഹായ്. ഇപ്പോഴത്തെ യുവജനങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ പാരൻസ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ഞാൻ അതിലേക്ക് വരാം. എൻ്റെ പേര് മോഹൻദാസ്. ഞാൻ ബേസിക്കലി ഒരു എക്സർവീസ്മാനാണ്. കഴിഞ്ഞ 10-28 വർഷം കൊണ്ട് ഒരു സംരംഭകനുമാണ്. നിങ്ങൾ നോക്കൂ, ഇപ്പോഴത്തെ ഈ പറയുന്ന കഞ്ചാവിനും മദ്യത്തിനും ഒക്കെ അടിമപ്പെട്ട് കിടക്കുന്ന MDA പോലുള്ള സാധനങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്നവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 90% പേരും ഹൈലി എഡ്യൂക്കേറ്റഡാണ്. എന്തുകൊണ്ടാണെന്നറിയോ? കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ 1980 കാലഘട്ടങ്ങളിൽ, 80-ന് മുമ്പ് 75-80 കാലഘട്ടങ്ങളിൽ ഒരു ഡിഗ്രി പാസ്സാവുന്നതിന് സർക്കാർ ജോലി കിട്ടും. എൻജിനീയറിംഗ് പാസ്സായിട്ടുള്ള ഒരാൾ പോലും വെറുതെ ഇരിക്കുന്നില്ല. എന്തിന് 10ാം ക്ലാസ് പാസ്സായവന് പോലും സർക്കാർ ജോലി കിട്ടുമായിരുന്നു. കാരണം അന്ന് എംപ്ലോയീസിൻ്റെ കുറവുണ്ടായിരുന്നു. അതല്ല ഇപ്പോഴത്തെ അവസ്ഥ. കാരണം 35-40 വർഷം കഴിഞ്ഞു ഇപ്പം. എന്നിട്ട് നമ്മളെ കുട്ടികളോട് പറയുകയാണ്, പഠിച്ച് വലിയൊരു ജോലി കണ്ടെത്തും. എന്താണ് ഈ വലിയൊരു ജോലി എന്നുള്ളത് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ചീഫ് സെക്രട്ടറി ആണോ, അതേ IG ആണോ, അതേ SP ആണോ, ഒന്നും അറിയത്തില്ല. പഠിച്ച് വലിയൊരു ജോലി, ലീവ് വരെ എടുത്തിട്ട്, സർക്കാർ ജോലി ലീവ് വരെ എടുത്തിട്ട് മക്കൾക്ക് വേണ്ടി എൻട്രൻസ് എഴുതാൻ വേണ്ടി കാത്തിരിക്കും. കുട്ടികൾക്ക് അറിവ് വരുന്ന സമയത്ത് തന്നെ നമ്മൾ അവരെ കണ്ടീഷൻ ചെയ്യണം, ഇത് പഠിച്ച് വലിയൊരാവുക എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി, അവർ ഒരു +2 കഴിഞ്ഞ ഉടനെ അവൻ പിന്നെ എൻജിനീയറിങ്ങിന് പോയി കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ MBAക്ക് പോകും. MBAക്ക് പോയി കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം അതിലൊന്നും നടക്കാതെ വരുന്ന സമയത്ത് പിന്നെ ഇതിന് പോകും, നമ്മൾ ബാങ്ക് കോച്ചിങ്ങിന് പോകും. ബാങ്ക് കോച്ചിങ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കിട്ടാതെ വരുമ്പോൾ പിന്നെ PSC കോച്ചിങ്ങിന് പോകും. അപ്പോഴത്തേക്കും വയസ്സ് 30-32 ആവും. ഒന്ന് ആലോചിക്കുക. പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു 20-25 വയസ്സ് കഴിയുമ്പോൾ കല്യാണം കഴിക്കാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പക്ഷേ ആൺകുട്ടികളുടെ കാര്യം ഒന്ന് എടുത്ത് നോക്കിയേ. അപ്പോഴെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ മറ്റുള്ള പലരും അവരോട് ചോദിക്കും, ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആൻസറല്ല. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ നോക്കും, അല്ലെങ്കിൽ അവരിവിടെ നാട് വിട്ടു പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരുവിധം കുടുംബത്തിന് മാന്യമായിരിക്കാനാണെങ്കിൽ പിന്നെ പയ്യന്മാരുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് ഒരു കുപ്പിയൊക്കെ എടുത്ത് കള്ളു കുടിച്ചുകൊണ്ട് ഇരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം, DYFI അല്ലെങ്കിൽ KSU അങ്ങനെയുള്ള ഏതെങ്കിലും സംഘടനയിൽ പോയി ചേർന്ന് അവിടെ രാഷ്ട്രീയം കളിച്ച് നടക്കും. ശരിക്കും പറഞ്ഞാൽ അവരെ വേണ്ടാധീനമാക്കിയത് പാരൻസാണ്. കാരണം അവർ 35 വർഷത്തിന് മുമ്പ് കഴിഞ്ഞു പോയ ഒരു കാര്യത്തെ, അതായത് ഇൻഡസ്ട്രിയൽ ഏജ് കഴിഞ്ഞു പോയ 90 കാലഘട്ടങ്ങളിൽ കഴിഞ്ഞു പോയ കാര്യത്തിനാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പടി എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ എഡ്യൂക്കേഷനെ കുറ്റം പറയില്ല, പഠിക്കരുതെന്നല്ല പറയും. എന്തുകൊണ്ട് പഠിച്ച് 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി പഠിച്ചത്? എന്തുകൊണ്ട് ഒരു സംരംഭനായിക്കൂടാ? 100 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള ഒരു കാര്യത്തിലായിട്ട് നിങ്ങൾ പഠിപ്പിക്കും. വേണ്ട, 10 പേർക്ക് തൊഴിൽ കൊടുക്കും. 10 പേർക്ക് തൊഴിൽ കൊടുക്കും, 10 പേരെ വീട്ടിൽ പ്രകാശം എത്തിക്കുന്ന ഒരു മേഖലയായില്ലേ. ഇനി ഈ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുള്ള അവസ്ഥ, ജോലി കിട്ടിക്കഴിഞ്ഞ ഒരു 30-35 വയസ്സിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മുന്നിലുള്ളത് 20-25 വർഷമാണ്. അപ്പോഴത്തേക്ക് പെൻഷൻ ആവണമല്ലോ. ഈ 35ാമത്തെ വയസ്സിൽ പിന്നെ ജോലി കിട്ടിയിട്ട് ചെന്നൊരു കല്യാണവും കഴിച്ച് പിന്നെ ഒരു കുഞ്ഞുമായി, പിന്നെ ആശുപത്രി കേസും കാര്യങ്ങളും വിദ്യാഭ്യാസവും ഒക്കെ നടക്കുമ്പോഴേക്ക് ദാന്നും പറഞ്ഞുകൊണ്ട് 10-20 വർഷം കഴിയും. പെൻഷനായി കഴിഞ്ഞാൽ അതിനേക്കാളും ദയനീയാവസ്ഥ. സാറിപ്പോൾ എന്ത് ചെയ്യുന്നു? അത് കുറേ കാലം ഞാൻ ഓടിയതല്ലേ, അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോകണം. അപ്പോൾ ഇവർ ചെന്നിട്ട് ഏതെങ്കിലും ഒരു മതസംഘടനയിലോ അല്ലെങ്കിൽ ഒരു SNDP അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിലോ ഒരു പ്രസിഡൻറ്റോ സെക്രട്ടറിയോ കാര്യങ്ങളായിട്ട് മാറും. ചിലർ രാഷ്ട്രീയത്തിലോട്ടങ്ങ് ഇറങ്ങും. ഞാൻ 90-95% ആൾക്കാരുടെ ഗതികൾ, 5% ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഒന്ന് റീസെറ്റിൽ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ സത്യമുണ്ട്. ഈ PSCക്ക് വേണ്ടി പരീക്ഷ എഴുതുന്നതിനേക്കാളും ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ 60-55 വയസ്സ് കഴിഞ്ഞ് പെൻഷനാവുന്നവരുടെ അവസ്ഥ. അതായത് ഒരാൾ ഇപ്പോഴും മിനിമം ആവറേജ് ഏജ് എന്ന് പറയുമ്പോൾ 75 വയസ്സെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 3 പേരിൽ ഒരാൾ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു പറയുന്നത്. ഇഴഞ്ഞായാലും നീന്തിയായാലും നമുക്ക് 100 വയസ്സ് വരെയൊക്കെ പോകേണ്ടി വരും. പക്ഷേ 56ാമത്തെ വയസ്സിൽ പെൻഷനാവേണം, 56 അല്ലെങ്കിൽ 60ാമത്തെ വയസ്സിൽ. ഇപ്പോൾ അവൻ്റെ അവസ്ഥ എന്തിനും ഒരു കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. കാരണം റിസ്ക് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കുഞ്ഞിന്, അവൻ്റെ മക്കൾക്ക് 25-30 വയസ്സാകും, അവനും PSC എഴുതി കാത്തിരിക്കുകയാണ്. മക്കളെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. കാരണം അവർ ബാക്കിലോട്ട് വലിക്കും, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ നിൽക്കും. അപ്പോഴായിരിക്കും അവൻ കഞ്ചാവ് അടിച്ച് സുഖത്ത് പിന്നെ അമ്മയും പെങ്ങളെയും തമ്മിൽ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലൊക്കെ അവൻ നടക്കുന്നത്. സോ ഈ സർക്കാരുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം ടോട്ടൽ പോപ്പുലേഷൻ്റെ 5% പേർക്ക് മാത്രമേ സർക്കാർ ജോലി കൊടുക്കാൻ പറ്റൂ. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. 95% എന്ന് പറയുന്നത് നമ്മൾ ഒരു 5 പേരുടെ വേക്കൻസിക്ക് വേണ്ടി 50,000 പേര് പരീക്ഷ എഴുതുന്നുണ്ട്. 50,000 പേര് മോശക്കാരല്ല, അവരെല്ലാവരും ക്വാളിഫൈഡാണ്, അവരെല്ലാവരും അതിനർഹരാണ്. പക്ഷേ സർക്കാർ എവിടെ നിർത്തിട്ട് കൊടുക്കും? ഏതൊരു സർക്കാരും, ഈ സർക്കാർ എന്നല്ല, ഏതൊരു സർക്കാരിൻ്റെ അവസ്ഥ അതാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഈ സർക്കാർ എംപ്ലോയീസിന് പോലും മാന്യമായി ശമ്പളം കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാനോ അവർക്ക് സമയാസമയം പെൻഷൻ കൊടുക്കാനോ സർക്കാരിൻ്റെ ഖജനാവിൽ പൈസയില്ല.
പിന്നെ എങ്ങനെയാണ് അവർ തൊഴിൽ കൊടുക്കുന്നത്? ഇപ്പോൾ PSC ഒരു മെമ്മോ കൊടുത്താൽ പോലും അവിടെ ചെല്ലുമ്പോൾ ജോലിയില്ല. അവരാണ് ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ശയനപ്രദർശനം ചെയ്യണത്. വളരെ നാണം കെട്ട ഒരു പരിപാടിയാണ്. കാരണം കേരളത്തിലുള്ള ജനങ്ങളെന്ന് വെച്ചാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. ഞാൻ ഇന്ത്യയിലുള്ള 90-95% സംസ്ഥാനങ്ങളിലും സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കേരളത്തിനെ പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സുന്ദരമായ ഒരു നാട് ഇല്ല. ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. കാരണം ഒരു വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഇവിടെ താമസിച്ച് ജീവിക്കാനുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ട്. വേറെ ഒരു സംസ്ഥാനത്തും അങ്ങനെ പറ്റത്തില്ല. ചില സമയത്ത് ചൂട് കൂടുതലാണ്, ചില സമയത്ത് മഴയായിരിക്കും, ചില സമയത്ത് ഭയങ്കര തണുപ്പുമായിരിക്കും. പക്ഷേ ഇവിടെ കേരളം അങ്ങനെയല്ല. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അനന്തമായ സാധ്യതകളുള്ള ഒരു സംസ്ഥാനം. ഒന്ന് ആലോചിച്ച് നോക്കി, AI കാര്യം പറഞ്ഞാൽ ഇപ്പം വരുന്ന ഒരു പുതിയൊരു റെവല്യൂഷനാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നേരത്തെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞില്ലേ, പിള്ളേർ ചോദിക്കുമ്പം അവർക്ക് ഇത് നാണക്കേട് കിട്ടും, അവർ നാട് വിട്ട് പോകണം. നാട് വിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഗൾഫ് മേഖലയിലും മറ്റവിടെ ഇവിടെയൊക്കെ പോയി നല്ല ജോലിയിൽ ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവർക്ക് സ്വന്തം നാട്ടിലിരുന്നും കൊണ്ട് ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ വേണമെങ്കിലും ഒരു പ്രോഡക്റ്റ് ആവട്ടെ, ഒരു സർവീസ് ആവട്ടെ, അവർക്കൊന്ന് ചെയ്യാൻ പറ്റും. അത്ര അനന്തമായ സാധ്യതകളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അവന് പെൻഷൻ എന്നുള്ള ഓപ്ഷൻ ഇല്ല. കാരണം അവൻ്റെ മരിക്കുന്നവരെ അവൻ സംരംഭം ചെയ്യാം, ബിസിനസ് ചെയ്യാമല്ലോ. ആരുടെ മുമ്പ് കൈനീട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് നാളെ തൊട്ട് ഓടിച്ചെന്നൊരു കട വാടകയ്ക്ക് എടുത്തിട്ട് പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവിടെ കയറി ഇരിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അത് സംരംഭകനൊന്നുമല്ല, അതൊരു ട്രഡീഷണൽ ബിസിനസ്സാണ്. സാധാരണ സംരംഭകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആബ്സെൻറ്റീവിലും ബിസിനസ് റൺ ചെയ്യണം. എങ്കിലും മാത്രമേ അവൻ സംരംഭകനാകത്തുള്ളൂ. അതെപ്പോഴും ഓർത്തിരിക്കേണ്ട. അത് വേറെ ലെവലാണ്. അത് നിങ്ങൾ പഠിച്ചു വരെ ഒത്തിരി സമയം എടുക്കും അത്. ഓക്കെ, ഇപ്പം നമ്മൾ AI കാര്യം പറയുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. AI അത്ര ഒരു റെവല്യൂഷൻ്റെ ഭാഗമാണ് ഇത് മനസ്സിലാക്കുക. കാരണം ചുമ്മാ AI എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഡോക്ടറെ ഒരു ഉദാഹരണത്തിന് പറയാം. ഒരു ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും അദ്ദേഹം അവിടെ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹം ഒരു പേഷ്യൻറ്റിന് കൊടുക്കുന്ന മരുന്ന് കുറിപ്പുകൾ, അദ്ദേഹത്തിൻ്റെ മൈൻഡിൽ എന്താണോ ഉള്ളത്, ഇതെല്ലാം ഒരു AI സഹായത്തോടു കൂടി സ്റ്റോറേജ് ചെയ്ത് വെക്കാൻ പറ്റും. അത് അടുത്ത വരുന്ന തലമുറകൾക്ക് റെഫറൻസിന് വേണ്ടി മാറ്റി വയ്ക്കാം. അത്രത്തോളം ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് വിത്താണ് പാകുന്നത്, അവൻ അതിൽ കൂടി എന്ത് ആദായമാണ് അവന് കിട്ടുന്നത്, അവൻ്റെ ചിന്തകൾ എന്താണ്, ഇതെല്ലാം AI സഹായത്തോടു കൂടി അത് റിക്കവർ ചെയ്ത് വെക്കാൻ പറ്റും. AI മനസ്സിലാക്കാത്തതുണ്ട്. പക്ഷേ മിസ്യൂസിങ് ആണ് ഇപ്പം കൂടുതൽ നടക്കുന്നത്. നിങ്ങൾ സ്ട്രൈറ്റായിട്ട് AI ഉപയോഗിച്ചും കൊണ്ട് ഇവിടെ നിന്നും കൊണ്ട് ലോകത്തിൻ്റെ ഏത് കോണിലേക്ക് വേണ്ടി എന്ത് വേണമെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അനന്തമായ സാധ്യത, ഒരു റെവല്യൂഷനാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളോട് എനിക്കൊരു അഭിപ്രായം എന്ന് വെച്ചാൽ ആവശ്യത്തിന് പഠിച്ചോളൂ, പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല. അത്യാവശ്യം വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഒരു തൊഴിലിന് വേണ്ടി പഠിക്കരുത്, ഒരു തൊഴിൽ കൊടുക്കാൻ വേണ്ടി പഠിക്കും. അപ്പോഴത്തേക്ക് ലോകം മാറും. സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവർ തെളിച്ച വഴി കൂടെ പോകരുത്, എങ്കിൽ നിങ്ങളതിൽ വിജയിക്കത്തില്ല. മറ്റുള്ളവർ തെളിച്ച വഴി കൂടെ പോയി കഴിഞ്ഞാൽ അതൊരു കംഫർട്ട് സോൺ ആയിപ്പോകും. നിങ്ങൾ അല്പം മാറി സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് കല്ലും പുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ മറിഞ്ഞ് വീഴും. ഞാൻ പറഞ്ഞ വീഴണം. ബിസിനസ്സിൽ പരാജയം വന്നാൽ മാത്രമേ സക്സസ് ആവത്തുള്ളൂ. പരാജയം വന്നാൽ അവിടെ നിന്ന് എഴുതിക്കണം. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പോലെ ആവരുത്. വീണ്ടും ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടും. ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ. നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ നിന്ന് മറിഞ്ഞു വീഴണമെന്ന് വിചാരിച്ച് നമ്മൾ സ്കൂട്ടർ ഓടിക്കാതിരിക്കും. പല പ്രാവശ്യം മറിഞ്ഞു വീണിട്ടുണ്ടാകും, ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടാവാം, മറ്റുള്ളവർ കളിയാക്കുമെന്ന് ചിലപ്പോൾ ചിന്തിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കത്തില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ബിസിനസ്സിനകത്ത് പരാജയം വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പീരിയൻസ് കൊടുത്തുള്ളൂ. പ്രാക്ടീസ് പെർമനൻ്റ് ആവും. ഓക്കെ, അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ജീവിതാവസാനം വരെ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സംരംഭമാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ഐഡിയയിൽ നിങ്ങൾ ജീവിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സമൂഹവും നമ്മുടെ ഈ രാജ്യത്തിനും സമ്പത്തുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ സംരംഭം തുടങ്ങുന്നതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിഞ്ഞ 10-28 വർഷം കൊണ്ട് ഞാനൊരു സംരംഭകനാണ്. എന്നാൽ കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.